വെൽക്കം ബാക്ക് ട്രാവൽ സിനിമാസ്. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒരു പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രദീപ് രാഗാനന്ദൻ നായകനായി എത്തുന്ന ഡ്രാഗൺ എന്നുള്ളൊരു സിനിമ എനിക്ക് കാണാനൊരു അവസരം കിട്ടി. ഈ ഒരു സിനിമയെ സമീപിച്ച എനിക്ക് തോന്നിയ എൻ്റെ ഒരു ഒപ്പീനിയൻ ഇവിടെ പറയുകയാണ്. നല്ലൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ്. അത്യാവശ്യം ഇമോഷൻസും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കോളേജ് ലൈഫും ഒക്കെ കാണിക്കുന്ന നല്ലൊരു കോമഡി വൈബിൽ മുമ്പോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു സിനിമ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ അനുപമ പരമേശ്വരൻ ഒരു നല്ലൊരു വേഷം തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിൽ 3 നായികമാരാണെങ്കിൽ ഈ ഒരു സിനിമയെ സമീപിച്ച് എനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയത് എന്ന് പറഞ്ഞാൽ അനുപമയുടെ പെർഫോമൻസ് ആണ്. അവർ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ കോളേജ് ലൈഫ് അത് നല്ലതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സിനിമയിൽ ഫാമിലിയുമായിട്ട് ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഫീല് അവസാന നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് എന്നെടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. പ്രദീപ് രാഗാനന്ദൻ്റെ സിനിമ അതായത് ലവ് ടുഡേ നമ്മൾ കണ്ടിട്ടുണ്ട്. റൊമാൻറ്റിക് മൂവിയാണ് ആ സിനിമ. അതിനേക്കാളും ഒരുപിടി മുന്നിലാണോ ഈ ചിത്രം എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. പക്ഷേ ഈ ഒരു സിനിമ വേറൊരു ടൈപ്പാണ്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത്യാവശ്യം നല്ല രീതിയിൽ കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരാളുടെ കോളേജ് ലൈഫ് സക്സസ് ആവാതെ ഒരു പക്ക ലോക്കലായിട്ട് നടക്കുകയും അദ്ദേഹം പിന്നീട് കുറച്ച് ഉടായ്പ വഴിയിലൂടെ അദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും അത് വെച്ച് നല്ലൊരു ജോലി നേടുകയും നല്ല രീതിയിൽ ഏൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു യുവാവിൻ്റെ കഥയാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. ചിത്രം നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഈ സിനിമ ഒരു പ്രാവശ്യം ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. ഗുഡ് ബൈ.